വെനിസ്വേലയിലെ ഭൂകമ്പം തകർത്തെറിഞ്ഞത് ഏകദേശം 1500ഓളം ജീവനുകളെയാണ്. എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. പതിനായിരങ്ങളെ കാണാനില്ല എന്നാണ് ഇപ്പോഴും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വെനിസ്വേലയിലെ സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമല്ല നിലവിലുള്ളത്. സർക്കാരിനാവട്ടെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവുന്നില്ലെന്ന വാർത്തകളും വരുന്നുണ്ട്. വെനിസ്വേലൻ ജനതയുടെ വേദനകളിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് ആരംഭിക്കുന്നു. അമേരിക്കയിലെ ടെക്സാസിലെ സ്കൂളുകളിൽ ബൈബിൾ പഠനം തുടങ്ങാൻ പോകുന്നു എന്ന വാർത്തയാണ് ആദ്യം. തുടർന്ന് കൊടും പട്ടിണിയുടെ ദുരന്ത വാർത്തകൾക്കായി കാതോർക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള UN റിപ്പോർട്ട്, ലബനാനിലെ തർക്കങ്ങൾ എന്നിവയാണ് മറ്റുള്ള വാർത്തകൾ. അമേരിക്കയിലെ ടെക്സാസിൽ ഭരണത്തിൽ മതത്തിന് വലിയ പങ്കൊന്നുമില്ല എന്നാണ് വെപ്പ്. പക്ഷേ പുതുതായി വന്നിരിക്കുന്ന സർക്കാർ തീരുമാനം ഇതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന തരത്തിലുള്ളതായിപ്പോയി. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബൈബിൾ കഥകൾ പഠിപ്പിക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ. കിൻഡർ ഗാർട്ടനുകൾ മുതൽ ഹൈസ്കൂളുകൾ വരെ ഇതിന് തയ്യാറാവണം. റിപ്പബ്ലിക്കുകളുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. മുൻപ് ക്ലാസ് മുറികളിൽ 10 കൽപ്പനകൾ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശവും ഇവർ വെച്ചിരുന്നു. 60 കൊല്ലത്തിനിപ്പുറം ബൈബിൾ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശക്തമായ തീരുമാനം തങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് ഇവർ അതേക്കുറിച്ച് പറയുന്നത്. താഴെ ക്ലാസ്സുകളിൽ നോഹയുടെ പെട്ടകവും ദാവീദും ഗോലിയാത്തുമൊക്കെ ആയിരിക്കും എത്തുക. 6ാം ക്ലാസ്സുകാരന് കിട്ടുന്ന പാഠഭാഗം ആകാശത്തിലെ പറവകളെ നോക്കാനുള്ള ആഹ്വാനമാണ്. പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. കുട്ടികളിൽ ധാർമ്മികത സന്നിവേശിപ്പിക്കാനുള്ള വഴിയായാണ് ഇവർ ഇതിനെ വിലയിരുത്തുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്നത് നല്ല കാര്യമല്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്തായാലും സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ടെക്സാസിൽ ഉയരുന്നുണ്ട്. എല്ലാ മതവിശ്വാസങ്ങൾക്കും മേലെ ക്രിസ്തുമതത്തെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് ഇതിലൂടെ നടപ്പിലാക്കപ്പെടുന്നത് എന്നാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ബൈബിൾ പഠനമൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവർ പോലും ഇപ്പോഴത്തെ നടപടിയിൽ അത്ര കണ്ട് തൃപ്തരല്ല. കാര്യം മറ്റൊന്നുമല്ല, ബൈബിൾ പോലൊരു ഗ്രന്ഥം പഠിപ്പിക്കാൻ ഒരു സ്കൂൾ അധ്യാപകന് എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് ഇവർ സംശയിക്കുന്നത്. അതിൽ കൃത്യമായ അവഗാഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നും അല്ലാത്ത പക്ഷം അത് കുട്ടികൾക്കിടയിൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കൂ എന്നും ഇവർ വിശ്വസിക്കുന്നു. 5ാം തരത്തിൽ വായിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള മൂസ പ്രവാചകനെ കുറിച്ചുള്ള 2 അധ്യായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രായേലികളെ സഹായിച്ച സംഭവം വിവരിക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ കാര്യങ്ങൾക്ക് അമേരിക്കൻ ചരിത്രവുമായുള്ള ബന്ധം വിവരിക്കാതെ ക്ലാസ് എടുത്താൽ അത് ഉപയോഗശൂന്യമാണെന്നാണ് ഇവർ പറയുന്നത്. ജോർജ് 3ാമൻ രാജാവിനെതിരെ കലാപക്കൊടി ഉയർത്താനും വിപ്ലവം നയിക്കാനും അമേരിക്കൻ ജനതയ്ക്ക് പ്രചോദനമായത് പുറപ്പാട് പുസ്തകത്തിലെ വാചകങ്ങളും ചരിത്രവുമായിരുന്നത്രേ. പൗരാവകാശങ്ങൾക്ക് വേണ്ടി കറുത്ത വർഗ്ഗക്കാരുടെ പോരാട്ടത്തിന് പിന്നിലെ ഊർജവും ഇതിലെ അധ്യായങ്ങൾ തന്നെ. ഇതൊന്നും അറിയാതെ ഈ അധ്യായങ്ങൾ വായിപ്പിച്ചാൽ ഇന്ന് നടക്കുന്ന വംശഹത്യകൾക്കും മനുഷ്യനെ അടിമകളാക്കി വെക്കുന്നതിനും ന്യായീകരണമായി മാറിയേക്കാം എന്നും ഇവർ ആശങ്കപ്പെടുന്നുണ്ട്. ബൈബിളിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള വിവരമുണ്ടെങ്കിൽ മാത്രമേ ഇവ ശരിയായി നിർവചിക്കാനാവൂ എന്നും ഇവർ വാദിക്കുന്നുണ്ട്. ലോകത്ത് 13 രാജ്യങ്ങൾ കൊടും പട്ടിണിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം തുടങ്ങിയവ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള സൂചന നൽകുന്നത്. ഭക്ഷണമില്ലായ്മ, അടിസ്ഥാന സൗകര്യക്കുറവ്, പട്ടിണി, അതുവഴിയുള്ള മരണം, ഗുരുതരമായ പോഷകാഹാരക്കുറവ് തുടങ്ങിയവയാണ് ഈ രാജ്യങ്ങൾ നേരിടാൻ പോകുന്നത്. ഈ 13ൽ 12 രാജ്യങ്ങളിലും സായുധ സംഘർഷമാണ് വില്ലൻ. പ്രകൃതിപരമായി തന്നെ മഴയില്ലായ്മയും വരൾച്ചയും അല്ലാത്തപ്പോഴൊക്കെ വെള്ളപ്പൊക്കവും തകർത്ത് കളയുന്ന പ്രദേശങ്ങളിൽ സായുധ സമരം കൂടി ആവുമ്പോൾ ജീവിതം ദുസ്സഹമാവുന്നു. പശ്ചിമേഷ്യൻ സംഘർഷവും കോങ്കോയിലെയും പരിസരങ്ങളിലെയും എബോള വ്യാപനവുമെല്ലാം ഇരുട്ടടിയായി മാറിക്കഴിഞ്ഞു. ആഗോള സഹായങ്ങൾ പോലും എത്തിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇവരുടെ പ്രശ്നങ്ങൾ അരങ്ങേറുന്നത് അത്രേ. നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക സഹായത്തിന് തോതിൽ വൻ കുറവും വന്നിട്ടുണ്ട്. 2022-നും 2025-നും ഇടയിൽ 59% ഇടിവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഗ്ലോബൽ നെറ്റ്വർക്ക് അഗേൻസ്റ്റ് ഫുഡ് ക്രൈസിസിലൂടെ വർഷത്തിൽ 2 തവണ പുറത്തുവിടുന്ന ഇവരുടെ ഹങ്കർ ഹോട്ട്സ്പോട്ട്സ് റിപ്പോർട്ട് പ്രകാരം സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, ഫലസ്തീൻ എന്നിവയാണ് ഈ പട്ടിണി രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. പട്ടിണിയുടെ തീവ്രതയുടെ കാര്യത്തിലും വ്യാപ്തിയുടെ കാര്യത്തിലും ഇവരാണ് മുൻപന്തിയിൽ. വടക്ക് കിഴക്കൻ നൈജീരിയയും സോമാലിയയും പുതുതായി ഈ ലിസ്റ്റിൽ കയറിയിരിക്കുന്നു എന്നതാണ് സവിശേഷത. ഇവക്കൊപ്പം അഫ്ഗാനിസ്ഥാനും കോങ്കോയും ഹെത്തിയും മ്യാൻമാറും മാലിയും ലബനാനും മഡഗാസ്കറും ഒക്കെ ലിസ്റ്റിലുണ്ട്. ആഗോളതലത്തിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ 5 ഘട്ടങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായ മിനിമത്തിൽ നിന്നും ദുരന്തഘട്ടം അഥവാ ക്ഷാമം എന്ന അവസ്ഥയിലേക്കുള്ള പട്ടിണിയുടെ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. മെയ് മാസത്തിൽ തന്നെ സുഡാനിലെ ദർഫൂർ, ദക്ഷിണ കൊർദോഫാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജനസംഖ്യയുടെ 41%,
പട്ടിണിയുടെ 3ാം ഘട്ടം പിന്നിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സെപ്റ്റംബർ ആവുന്നതോടെ 2 ലക്ഷത്തോളം പേർ ദുരന്തഘട്ടമെന്ന് വിളിക്കപ്പെടുന്ന 5ാമത്തെ ഘട്ടത്തിലെത്തുമെന്നും ഇവർ പറയുന്നു. യമനിൽ ഏകദേശം 41,000 ആളുകൾ 5ാം ഘട്ടത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലാണത്രേ. പട്ടിണി ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് ലോകത്തിന് സഹായിക്കാൻ കഴിയണമെന്ന ചിന്തയോടെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. കാർഷിക മേഖലയ്ക്ക് മറ്റു സഹായം നൽകി ജനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത മറ്റു രാജ്യങ്ങളും ആഗോള ഏജൻസികളും ഏറ്റെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ലബനാനും ഇസ്രായേലും അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുന്ന കരാറിനെതിരെ പ്രതിഷേധവുമായി ഹിസ്ബുള്ള തെരുവിലിറങ്ങി. തെരുവുകളിലൂടെ ബൈക്കുകളും മറ്റു വാഹനങ്ങളും ഓടിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധം നടത്തിയത്. ടയർ കത്തിച്ചും അല്ലാതെയും മാർഗ തടസ്സം സൃഷ്ടിച്ചുവെന്നും വാർത്തകളിലുണ്ട്. ഇസ്രായേലും ലബനാനും തമ്മിലുള്ള യുദ്ധം തീർക്കുന്നതിനായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് അവരൊരു കരാറിലെത്തിയത്. അമേരിക്കയാണ് മാധ്യസ്ഥം വഹിച്ചത്. കരാർ പ്രകാരം തങ്ങൾ കൈയടക്കിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ എപ്പോഴാണ് ഒഴിയുക എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. രാജ്യത്തിനൊരു വെല്ലുവിളിയായി ഇസ്രായേൽ നിലനിൽക്കുന്നിടത്തോളം തങ്ങളെ നിരായുധീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ ദക്ഷിണ ലബനാൻ കൈവശം വെക്കാൻ കരാർ പ്രകാരം ഇസ്രായേലിന് അധികാരമുണ്ടെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാദം. ലബനാനാവട്ടെ സ്വന്തം ജനതയെ ഈ പ്രദേശങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഇസ്രായേലിന് വഴിയൊരുക്കുകയാണ്. ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ വിട്ടുതരാതെ ഏത് കരാറുണ്ടാക്കിയാലും അംഗീകരിക്കാൻ പോകുന്നില്ലെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഈ കരാർ നടപ്പാക്കാൻ അധികാരികൾ ശ്രമിക്കുന്ന പക്ഷം അമേരിക്കയുടെ പിന്തുണയോടെ രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്വവും സർക്കാരിനായിരിക്കുമെന്ന് ഹിസ്ബുള്ളയുടെ ആളുകൾ പറയുന്നു. തങ്ങൾ രാജ്യത്തിൻ്റെ സൈന്യവുമായി ഒരു പ്രശ്നവും ആഗ്രഹിക്കുന്നില്ലെന്നും സൈന്യവും പ്രതിരോധവും ജനങ്ങളുമെല്ലാം നിലനിൽക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ഇവർ പറയുന്നുണ്ട്. ആഭ്യന്തര യുദ്ധത്തിലേക്ക് ലബനാൻ എത്തുമെന്നതിനെ പ്രതീക്ഷയോടെയാണ് ഇസ്രായേൽ കാണുന്നത്. ഈ കരാറിനെ ആവട്ടെ ഇറാന് കിട്ടിയ അടിയായാണ് അവർ വിലയിരുത്തുന്നത്. ദക്ഷിണ ലബനാനിൽ നിന്ന് തങ്ങളെ പുറത്താക്കാനാണ് ഇറാൻ പണിയെടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച്, അതായത് ഇസ്രായേലും ലബനാനും അമേരിക്കയും ഒന്നിച്ച് ഇറാനോട് പറയുന്നത് ഇതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നാണ്. ഇതാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ. നന്ദി.